my dears, welcome back to Teach Point Classes. Okay, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് അഭാജ്യ സംഖ്യകൾ. നമ്മൾ കണ്ടതാണല്ലേ അഭാജ്യ സംഖ്യകളെ കുറിച്ചിട്ട്. അഭാജ്യവും ഭാജ്യമൊക്കെ എന്താ നമുക്ക് അറിയണതാണ്, ഒന്നും കൂടി മനസ്സിലാക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2, 3, 5, 7, 11. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ അഭാജ്യ സംഖ്യകൾ പെട്ടതാണ്. 2ഉം 5ഉം ഇവരൊക്കെ. സെക്കൻഡ്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടീച്ച് പോയിന്റ് ക്ലാസ്സസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് അഭാജ്യ സംഖ്യകളെ കുറിച്ചിട്ടാണ്. അഭാജ്യ സംഖ്യകൾ നമ്മൾ പഠിച്ചതല്ലേ? യെസ്, അഭാജ്യവും ഭാജ്യമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ 2ഉം 3ഉം 5ഉം 7ഉം 11ഉം ഒക്കെ എന്താണ്? എല്ലാം അഭാജ്യ സംഖ്യകളാണ്, നമുക്ക് അറിയണതാണ് ആണല്ലേ. യെസ്, ഇനി അപ്പോൾ ഒന്നല്ലേ, ഈ ഏതൊരു അഭാജ്യ സംഖ്യ നോക്കിയാലും അതിൽ പാവം നമ്മൾ 2 മാത്രമേ ഉള്ളൂ. അവിടെ എന്തായിട്ടുള്ളൂ? അവിടെ ഒരു ഇരട്ടയായിട്ടുള്ളൂ, ഒരു ഇരട്ടക്കുട്ടിയായിട്ട് ഇരിക്കുന്നത്. ആകെ അഭാജ്യ സംഖ്യയുടെ ഒരു ഇരട്ടക്കുട്ടിയായിട്ട് ഇരിക്കുന്നത് പാവം നമ്മുടെ 2 മാത്രമാണ് കേട്ടോ. ഈ 2 മാത്രമാണ് അഭാജ്യ സംഖ്യയായിട്ട് ഇരിക്കുന്നത്. ബാക്കി എല്ലാ അഭാജ്യ സംഖ്യ നോക്കിയാലും എല്ലാവരും ഒറ്റ സംഖ്യകളാണ്. 2 മാത്രം ഇവിടെ പെട്ടു. ഓക്കെ, ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ കുറച്ച് അഭാജ്യ സംഖ്യകളെ കാണണം. അതായത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ അങ്ങനെ നിറയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ അഭാജ്യ സംഖ്യകൾ ഏതെല്ലാന്ന് കണ്ടെത്താനാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒന്ന് പിന്നെ ഒരു സ്പെഷ്യൽ കേസാണ്. നമുക്ക് ഇവിടെ അവിടെയും കൂട്ടണ്ട, നമ്മൾ ഇവിടെ കിട്ടും. 2 ഒരു അഭാജ്യമാണ്, നമുക്ക് അറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? എന്നിട്ട് നമ്മൾ 2ന്റെ ഗുണിതങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. 2ന്റെ ഗുണിതങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഗുണിത പട്ടികയിൽ വരുന്നത് ഇത് 4 പോയി, 6 പോയി, 8 പോയി, 10 പോയി, അങ്ങനെ പോയിട്ട് ഈ 2ന്റെ ഗുണിതങ്ങളൊക്കെ പോവാം. 2ന്റെ ഗുണിതങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും. 1 പോയി, 4, 6, 8, 10, 12, 14, ഇടവിട്ട് എല്ലാവരും പോയി, 50 വരെ പോയി. ഇടയിൽ ഈ സംഭവം ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അടുത്തത് 3നെ ഒഴിവാക്കിയിട്ട് 3ന്റെ ഗുണിതങ്ങൾ എല്ലാവരും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എങ്ങനെ വന്നു? 3നെ ഒഴിവാക്കി 3ന്റെ ഗുണിതം പറഞ്ഞാൽ 3ന്റെ ഗുണന പട്ടികയിൽ വരുന്നവരൊക്കെ 3, 1, 3, 3 വിട്ടു. 2, 3, 6, 3, 9, 4, 3, 12, 5, 15, അങ്ങനെ 18, 21, 24 ഇവരൊക്കെ പോയി. അപ്പൊ ബാക്കി കുറച്ച് പേരായി അല്ലേ? ഇനിയും കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് 4ആണ്. 4 നമ്മൾ ഓൾറെഡി വെട്ടിക്കളഞ്ഞതാണ് അല്ലേ? ഇവിടെ നമ്മൾ 2ന്റെ ഗുണിതത്തിൽ നമ്മൾ 4 വെട്ടിക്കളഞ്ഞതാണ്. ഇനി 4ന്റെ ഗുണിതങ്ങളിൽ വെട്ടാത്ത അവരുണ്ടാവില്ലേ? ഒരു 4, 4, ഈ 4 8 വെട്ടിയിട്ടുണ്ട്, 3, 4, 12 വെട്ടിയിട്ടുണ്ട്, 4, 16 വെട്ടിയിട്ടുണ്ട്. അങ്ങനെ വെട്ടാത്തവരെ വീണ്ടും വെട്ടി. പിന്നെ 5ന്റെ ഗുണിതങ്ങൾ, 5ന്റെ ഗുണിതം അല്ല, 5 അല്ലാത്ത 5ന്റെ ഗുണിതങ്ങൾ, അതായത് 10, 15, 20, 25, 30, 35, 40 അവരൊക്കെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ പിന്നെ 7 അല്ലാത്ത 7ന്റെ ഗുണിതങ്ങൾ എല്ലാവരും വെട്ടിയ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വരുന്ന ആ നമ്പേഴ്സ് അല്ലേ പാവം, ബാക്കിയുള്ള വരുന്ന നമ്പേഴ്സ് ഒക്കെയാണ് നമ്മുടെ അഭാജ്യ സംഖ്യകൾ. അതായത് 2, അതുപോലെ 3, അതുപോലെ 5, 7, 11, പിന്നെ നമ്മൾ അങ്ങനെ പോയിട്ട് 19, ഇവിടെ 13 ഉണ്ട്, 13, പിന്നെ ഈ റോളൊന്നുമില്ല, പിന്നെ 31, ഇവിടെ 29 ഉണ്ട്, 29, 37, 41, 43, 47. ഇവരാണ് 50 വരെയുള്ള 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകൾ. 2, 3 ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതില് 50നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകൾ. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് 100നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകളെല്ലാം കണ്ടുപിടിക്കുക. ഇവയിൽ വ്യത്യാസം 2ആയ ജോഡികൾ എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെ നേരത്തെ എഴുതണം. അതറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ 1 മുതൽ 100 വരെ ഇങ്ങനെ എഴുതാം. അത് നിങ്ങൾക്കൊക്കെ അറിയണ്ടായിരിക്കും അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ചെയ്ത അതേപോലെയാണ് ഇവിടെ ചെയ്യേണ്ടത്. വേറെ പ്രത്യേകതയില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം 1നെ നമ്മൾ വെട്ടി, 1നെ വെട്ടി. പിന്നെ 2 അവിടെ നിർത്തിയിട്ട് 2ന്റെ ഗുണിതങ്ങളെല്ലാം വെട്ടി. അപ്പോൾ 4 നമുക്ക് 2ന്റെ ഗുണിത പട്ടിക ചൊല്ലി വെക്കാം, അല്ലെങ്കിൽ ഇടപെട്ട് 4 വെട്ടി, പിന്നെ 5 ഇല്ല 6 വെട്ടി, 7 ഇല്ല 8 വെട്ടി, 9 ഇല്ല 10 വെട്ടി.
11 ഇല്ല 12 വെട്ടി, 13 ഇല്ല 14 വെട്ടി, 15 ഇല്ല 16 വെട്ടി, 17 ഇല്ല 18 വെട്ടി, 19 ഇല്ല 20 വെട്ടി, 21 ഇല്ല 22 വെട്ടി, 23 ഇല്ല 24 വെട്ടി, 25 ഇല്ല 26 വെട്ടി, 27 ഇല്ല 28 വെട്ടി, 30 വെട്ടി. അല്ല രസമുണ്ടല്ലേ വെട്ടി കളിക്കാൻ. അടുത്തത് 32 ടിഷ്, 34 ടിഷ്, 36 ടിഷ്, 38 ടിഷ്, 40 ടിഷ്. അടുത്ത ടിഷ് നമുക്ക് താഴേക്ക് വലിക്കട്ടെ. ഓക്കെ, ഇനി 40 വരെ നമ്മൾ കഴിഞ്ഞു. ഇനി 42 ടിഷ്, 44 ടിഷ്, 46, 48, 50, ഇങ്ങനെ 52, 54, 56, 58, 60. ഇടപെട്ട് ഇങ്ങനെ ചെയ്യാം. 62, 64, 66, 68, 70. ഇങ്ങനെ ചെയ്യാൻ ഇവരൊക്കെ ചെയ്തു. പിന്നെ ഇത് 3കളില്ല, പിന്നെ 4കളൊക്കെ ചെയ്തു, പിന്നെ 6കളൊക്കെ ചെയ്തു, പിന്നെ 8കളൊക്കെ ചെയ്തു, പിന്നെ 10കളൊക്കെ ചെയ്തു. അപ്പോൾ 2ൻ്റെ ഗുണിതങ്ങളൊക്കെ പോയി. ഇനി നമുക്ക് നോക്കേണ്ടത് 3 വിട്ടിട്ട് 3ൻ്റെ ഗുണിതങ്ങളൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ നമുക്ക് 3ൻ്റെ ഗുണിതം 3 നമ്മുടെ അവിടെ വിട്ട് നമുക്കൊരു വേറെ കളർ എടുക്കാം. അപ്പോൾ 3 അല്ലെങ്കിൽ ഒരു 3 3, ഈ 3 6, 6 ഇവിടെ ഉണ്ട്, 6 ഇവിടെ വെട്ടിട്ടുണ്ട്, 3 9. അപ്പോൾ ഈ 9നെ വെട്ടി, 9നെ വെട്ടി. പിന്നെ 12, 12 ഓൾറെഡി വെട്ടിയതാണ്. പിന്നെ 15 വെട്ടി. പിന്നെ 18 ഓൾറെഡി ഇവിടെ വെട്ടിയതാണ്. ഇനി 21 വെട്ടി. അത് 3ൻ്റെ ഗുണിതങ്ങൾ ഇങ്ങനെ നോക്കി 21 കൂടി പിന്നെ 3 ചാടുക. 1 2 3, 24 വെട്ടിയതാണ്. പിന്നെ 1 2 3 വെട്ടി, 1 2 3 വെട്ടിയതാണ്. 1 2 3, പിന്നെ 1 2 ഇങ്ങനെ ചാടും. ഇവിടെ നിന്ന് വെട്ടിയെടുത്ത് പിന്നെ 3 ചാടും. 3 വെട്ടിയപ്പോൾ 3 ചാടുക. 36 വെട്ടിയതാണ്. അടുത്ത 3 ചാടുക. 1 2 3, 39 വെട്ടി. പിന്നെ 1 2 3, 42 വെട്ടിയതാണ്. കുറച്ച് മുകളിലേക്ക് എടുക്കട്ടെ. 42 കഴിഞ്ഞിട്ട് അടുത്തത് 3, 1 2 3, 45 വെട്ടി. പിന്നെ 1 2 48 വെട്ടിയതാണ്. 1 2 3 51 വെട്ടി. 1 2 3 54 വെട്ടിയതാണ്. 1 2 3 57 വെട്ടി. 1 2 3 60 വെട്ടിയതാണ്. 1 2 3 63 വെട്ടി. 1 2 3 66 വെട്ടിയതാണ്. 1 2 3 69 വെട്ടി. 1 2 3 72 വെട്ടിയിട്ടുണ്ട്. 1 2 3 75 വെട്ടി. 1 2 3 78 വെട്ടിയിട്ടുണ്ട്. 1 2 3 81 വെട്ടി. കുറച്ച് താഴേക്ക് വെക്കട്ടെ കേട്ടോ. 81ൻ്റെ അവിടെ തുടങ്ങണേ. 81 വെട്ടിയിട്ടുണ്ട്. 1 2 3 84 വെട്ടിയിട്ടുണ്ട്. 1 2 3 87 ഇതാ വെട്ടി. 1 2 3 90 ഇതാ വെട്ടിയിട്ടുണ്ട്, ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. 1 2 3 93 വെട്ടി. 1 2 3 96 വെട്ടിയിട്ടുണ്ട്. 1 2 3 അങ്ങനെ 3ൻ്റെ കാര്യം ഓക്കെ തീരുമാനമാക്കി നമ്മൾ അല്ലേ. ഇനി 4ൻ്റെ കേസൊക്കെ എടുക്കാം. ഇനി 4ൻ്റെ ഇവിടെ ഒരുവിധം ഒക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 4ൻ്റെ വെട്ടാന് ഒരു 4 വെട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം ചാടുക. ഇവിടെ 4 ഇടുക. 1 2 ഇതാ 1 2 3 4 8 വെട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് 12 വെട്ടിയിട്ടുണ്ട്. പിന്നെ 16 വെട്ടിയിട്ടുണ്ട്. 20 വെട്ടിയിട്ടുണ്ട്. 24 വെട്ടിയിട്ടുണ്ട്. അങ്ങനെ 4ൻ്റെ ഗുണിതങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5 അല്ലാത്ത 5ൻ്റെ ഗുണിതങ്ങൾ 5 അല്ലാത്ത 5ൻ്റെ ഗുണിതങ്ങളൊന്ന് വെട്ടി വെക്കാം. 5 അവിടെ ഇരിക്കട്ടെ. ഞാൻ 5ൻ്റെ ഗുണിതങ്ങൾ 10 വെട്ടിയിട്ടുണ്ട്. 15 വെട്ടിയിട്ടുണ്ട്. 20 വെട്ടിയിട്ടുണ്ട്. 25 ഇതാ ഇവിടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ വെട്ടിയിട്ടുണ്ടോ? ഇല്ല. 25നെ വെട്ടിക്കൊടുക്കാം. പിന്നെ ഇതാ 30 ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ മതി. 10ൻ്റെ ഗുണിതങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ 5ൻ്റെ ഗുണിതങ്ങൾ 5 15 5 15 25 35 45 55 പിന്നെ നമ്മൾ 65 ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെ 85 95. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഭാഗം വെട്ടാതിരിക്കുന്നവരില്ലേ, അവരാണ് നമ്മുടെ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ്, അല്ലാതെ നമ്മൾ അഭാജ്യ സംഖ്യകൾ. ഓക്കെ, ഇനി അവരെ മാത്രം നമുക്കൊന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? നിങ്ങൾ ഇതേപോലെ വെച്ചിട്ട് എടുത്ത് എഴുതാട്ടോ. അപ്പം ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. അവരാണ് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2ആണ്. 2 പിന്നെ 3 5 7 11 13 ഉണ്ട്. പിന്നെ ആ വെട്ടാതിരിക്കണം മാത്രം എഴുതാട്ടോ. 17 19 23 29
31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇത്രയുമാണ് നമ്മൾ എന്ത് 97 100 വരെയുള്ള നമ്മുടെ എന്ത് സംഖ്യകൾ, നമ്മുടെ അഭാജ്യ സംഖ്യകൾ. ഇനി നമ്മളിവിടെ രണ്ട് വ്യത്യാസമായ ജോഡികളായിട്ട് എഴുതാൻ പറ്റണം. അതായത് ഇവിടെ എല്ലാ രണ്ടിലും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ 3ഉം 2ഉം തമ്മിൽ വ്യത്യാസം 1 പക്ഷെ 3ഉം 5ഉം 2 സോറി 2ഉം 3ഉം വ്യത്യാസം 1, 3ഉം 5ഉം 2 5ഉം 7ഉം തമ്മിൽ 2 വ്യത്യാസമാണ്. 7ഉം 11ഉം തമ്മിൽ 2 വ്യത്യാസമല്ല. അപ്പൊ നമുക്ക് അങ്ങനെ 2 വ്യത്യാസങ്ങളുള്ളവർ മാത്രം ചൂടുകൾ എഴുതുമ്പോൾ നമുക്ക് ചൂടുകളൊക്കെ എഴുതാം. ആദ്യം 3ഉം 5ഉം, കാരണം 3ഉം 2ഉം 5. അടുത്തത് 5ഉം 7ഉം, 5ഉം 2ഉം 7. അടുത്തത് 11ഉം 13ഉം, 11ഉം 2ഉം 13 ഉള്ളത്. അടുത്തത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 17ഉം 19ഉം ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അടുത്തത് ഇങ്ങനെ 29 ഒക്കെ ഉണ്ട്. 29ഉം 31ഉം. അടുത്തത് പിന്നെ 37 അല്ല, പിന്നെ 41ഉം 43ഉം. കാരണം ഇത് കുറക്കുമ്പോൾ 2 കിട്ടണം, അല്ലെ ഇത് കൂടി 2 കൂട്ടിയാലും ഇത് കിട്ടുക കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇങ്ങനെ വരുന്നില്ല. 59ഉം 61ഉം. അടുത്തത് വരുന്നില്ല. 71ഉം 73ഉം. 71ഉം വേറെ ആരും ഇവര് പിന്നെ ബാക്കിയുള്ളവരൊക്കെ 2 വ്യത്യാസം ഇല്ലാത്തവരാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ രണ്ടാമത്തെ നോക്കാം. 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകുമോ? 2 എണ്ണൽ സംഖ്യ അവരുടെ ഗുണിതങ്ങള് അഭാജ്യ സംഖ്യകളാകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അഭാജ്യ സംഖ്യ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2ഉം 3ഉം എടുത്തു. അപ്പൊ നമ്മൾ 2ഉം 3ഉം എടുക്കുമ്പോൾ 2 × 3 എന്ന് എഴുതുമ്പോൾ അത് എന്താ വരിക? അത് 6 വരിക അല്ലെ? അതെന്താണ് 6? 6 ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും ഇപ്പൊ 1 നോക്കേ, 1 × 2 എന്ന് എഴുതിയാൽ ഒന്നിന് അതേ നമ്പർ കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ഏതൊരു എണ്ണൽ സംഖ്യ എടുത്താലും നമുക്ക് അഭാജ്യ സംഖ്യ കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ കിട്ടുമോ? ഇല്ല. നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ നമുക്ക് 1 കൊണ്ടാണെങ്കിൽ ഓക്കെ കിട്ടും. ഓക്കെ, അല്ലാതെ നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം 2ഉം 1-ലധികമുള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ എടുക്കണ ഈ 2 എണ്ണൽ സംഖ്യകളും 1-ലധികമുള്ള സംഖ്യകൾ, 1-ലേക്കാൾ കൂടുതലുള്ള സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് അഭാജ്യ സംഖ്യ കിട്ടില്ല. ഓക്കെ, നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ ആകുമോ എന്ന് ചോദിച്ചാൽ ആകോ ഇല്ല എന്നാണ്. അപ്പൊ നമുക്ക് ആകോ വെച്ചാൽ ഇല്ല എന്ന് പറയാം, ഇല്ല എന്ന് പറയാം. ഓക്കെ, ഈ 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകുമോ? തുക എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 ഒരു അഭാജ്യ സംഖ്യയാണ്, 3 ഒരു അഭാജ്യ സംഖ്യയാണ്. കൂട്ടുമ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. 5ഉം എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ആകുമോ? അപ്പൊ ചാടിക്കേറി പറയാം ആകും. 2ഉം എന്താണ്? ആകും എന്ന് പറയാം അല്ലേ? എന്താണ്? 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകും. ഓക്കെ, ആണ് എക്സാമ്പിൾ ആണ്, ഇതും കൂടി കാണിക്കാം. അപ്പോൾ ഇതോടെ നമ്മളെ ഈ ചാപ്റ്റർ ശുഭം കഴിഞ്ഞു അല്ലേ? യെസ്, അതോടെ നമ്മളെ 1ാം ഭാഗം കഴിയും. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്തൊരു പുതിയൊരു ചാപ്റ്ററായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.